ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ ടി.പി. ഷാജി 5 വർഷത്തിന് ശേഷം വീണ്ടും പട്ടാമ്പി കോൺഗ്രസ് ഭവനിലെത്തി. നേതാക്കൾ ഹാരമണിയിച്ചും മധുരം നൽകിയും ടി.പി. ഷാജിയെ സ്വീകരിച്ചു. നഷ്ടപ്പെട്ട നിയമസഭ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുമെന്നും ടി.പി. ഷാജി പറഞ്ഞു. 5 കൊല്ലം മുമ്പ് പാർട്ടി വിട്ടുപോയി V4 പട്ടാമ്പി മുന്നണി രൂപീകരിക്കുകയും LDFുമായി ചേർന്ന് UDFിന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടാമ്പി നഗരസഭാ ഭരണം പിടിച്ചടക്കി 5 കൊല്ലത്തെ ഭരണത്തിനു ശേഷം LDFിൽ നിന്ന് വിട്ടുപോരുകയും വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത ടി.പി. ഷാജി KPCC ആസ്ഥാനത്തെ സ്വീകരണം കഴിഞ്ഞ് വീണ്ടും പട്ടാമ്പി കോൺഗ്രസ് ഭവനിലെത്തി. പട്ടാമ്പി നിയമസഭാ മണ്ഡലം കൈവിട്ടുപോകാൻ കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പിസവും പടല പിണക്കങ്ങളുമാണെന്നും എല്ലാം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ടി.പി. ഷാജി മറുപടി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാനുൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകർക്ക് സീറ്റ് നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് V4 പട്ടാമ്പി എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചത്. ആത്യന്തികമായി അതിൽ പ്രവർത്തിച്ചിരുന്നവരെല്ലാവരും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും ഞങ്ങളെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പാർട്ടി തയ്യാറാണ് എന്ന് അറിയിക്കുമ്പോൾ സ്വാഭാവികമായും V4 പട്ടാമ്പി എന്ന ഒരു കൂട്ടായ്മയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്താനും നഷ്ടപ്പെട്ട നിയമസഭ നഗരസഭ ഒക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കോൺഗ്രസിനും UDFിനും ഒപ്പം ചേർന്ന് കൈവിട്ടുപോയ പട്ടാമ്പി നിയമസഭാ മണ്ഡലവും നഗരസഭാ ഭരണവും പിടിച്ചടക്കാനുള്ള നീക്കമുണ്ടാകും. കഴിഞ്ഞ തവണ ടി.പി. ഷാജിയുടെ V4 പട്ടാമ്പി മുന്നണിയുടെ സഹകരണത്തോടെയാണ് പട്ടാമ്പി നഗരസഭാ ഭരണം ഇടതുപക്ഷം നേടിയത്. ടി.പി. ഷാജി മുന്നണി വിട്ടുപോയത് ഇടതുപക്ഷത്തിനും തിരിച്ചടിയായേക്കും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.